പോവാം. ജോലി എങ്ങനെ? ടച്ച് കിട്ടുകൊണ്ട് സ്പീഡ് കിട്ടണില്ല. ശരിയായിക്കോളും. കൂടെയുള്ളവര് ഇവിടുത്തെ ആരാണ്? ഒരു കുട്ടി, മറ്റേ കുട്ടി ഹോസ്റ്റലില്ല. അവിടെ റൂമുണ്ടോന്ന് അന്വേഷിക്കായിരുന്നില്ലേ? എന്തിന്? ബാങ്ങളെ കായന്റെ കണക്കൊക്കെ ഞമ്മക്ക് നല്ല ഓർമ്മയുണ്ട്, തെറ്റൂല. ഒക്കെ കണക്കിൽ പിടിച്ചാ മതി. അനക്കിപ്പോ കായ ഇമ്മണി കിട്ടുന്നുണ്ട്, അത് ഞമ്മക്ക് കണ്ടാൽ അറിയാം. അനക്ക് ഇനി വേണ്ടത് ഒരു കല്യാണം. എന്നെ ഭരച്ച വരയിൽ നിർത്താൻ പോകുന്ന ഒരു പെണ്ണ് പുരയിൽ വന്നാലേ ഈ നന്നാവുള്ളൂ. എനിക്ക് കല്യാണേ പ്രാന്ത് പറയാണ്ടിരിക്കും കാക്ക. എന്നും ഒറ്റാന്തടിയായിട്ട് നടന്ന വയസ്സുകാലത്ത് വീണുപോയ ആരുണ്ടടാ ഒരു സഹായത്തിന്? 3 കെട്ടിയ കുഞ്ഞിക്കാക്ക ഇപ്പോഴും തോണിക്കുമ്പത്ത് കിടക്കണ ഞാൻ കാണുന്നുണ്ട്. ഉപദേശിക്കുന്ന ആള്. അത് ഈ നോക്കണ്ട, എനിക്കാ നസീബില്ലാന്ന് വെച്ചോ. വന്നുപെട്ട പഹത്യകളൊക്കെ മുമ്പത്തേതിനേക്കാൾ ഹലാക്ക് പിടിച്ചോരും. അങ്ങനെയാ പടച്ചോൻ വെച്ചതെന്ന് വെച്ചാ എന്താ കാട്ടുക? തുറക്കൂ. ആരാ? ഞാനാ. അയാള് വന്നപ്പോ ഞാൻ വാതിലടച്ചു. ആരെ? ചേട്ടത്തിയുടെ നാരായണേട്ടൻ. ചേട്ടനെന്ന് അയാളെ പറയാൻ എനിക്ക് അറപ്പാവുന്നു. ചേട്ടത്തിക്ക് സുഖമില്ല, ഉടനെ വരണമെന്ന് പറഞ്ഞാ കേറി വന്നത്. ശുദ്ധ കളവാവും. ഒരു നീല ഷർട്ടിട്ട? അതും മറ്റവൻ, ശിവൻകുട്ടി. അവൻ ദൂരെ ഇങ്ങനെ കണ്ടപ്പോഴേ തോന്നി പറഞ്ഞൊക്കെ കളവാന്ന്. എങ്ങോട്ടാ? ചുറ്റിപ്പറ്റി നിൽക്കണുണ്ടോന്ന് നോക്കിട്ട് വരാം. വേണ്ട, എന്തും ചെയ്യാൻ പഠിക്കാത്ത ആൾക്കാരാ. ഒന്ന് ശരിക്ക് കണ്ടുവയ്ക്കാലോ. ശിവൻകുട്ടിയല്ലേ? മനസ്സിലായില്ല. നമ്മൾ എവിടെ വെച്ചിട്ടാ കണ്ടത്? ഐലൻഡ് ഹോട്ടൽ വെച്ചിട്ട്? അതോ ഡിലക്സിലോ? നല്ല ഓർമ്മ വരുന്നില്ല. ഓർമ്മ വരില്ല, പക്ഷെ ഇതൊന്നും ഓർമ്മ ഉണ്ടാവണം. എടോ, ഇനി ചുറ്റോട്ടം കൊണ്ടുവരുത്. അയ്യോ, അടി പോട്ടല്ലോ. അയ്യോ, എന്റെ ഡയറി കാര്യമായിട്ടുള്ള പല അഡ്രസ്സും കളി കൊണ്ടുപോയി. എഴുതാനും വായിക്കാനും എത്ര ദിവസം കൊണ്ട് പഠിക്കാൻ പറ്റും? ഇപ്പൊ വേണം തോന്നുന്നുണ്ടോ? ശേ, ഇനി എന്ത് പഠിപ്പ്? പക്ഷേ പഠിക്കണ കുട്ടികൾ തോണിയിലിരുന്ന് വർത്താനം പറയണ കേൾക്കുമ്പോ ഇടയ്ക്ക് കുറച്ച് സങ്കടം തോന്നും. ദിവസേന നേരത്തെ എണീറ്റ് 1 മണിക്കൂർ പഠിക്കാതിരിക്കോ? എന്നാ ഞാൻ അത്യാവശ്യം കൂട്ടി വായിക്കാറാക്കി തരാം. ഓ, കാര്യമില്ല. കരുണേട്ടൻ ബോട്ട് വാങ്ങണ കാലത്ത് ഞാൻ കിണ്ടല്. അത് കരുണേട്ടൻ സമ്മതിക്കില്ലാച്ചാൽ പഴയ തോണി എനിക്ക്. അത് മതി. ചെറിയ കാശിന്റെ കണക്ക് കൂട്ടാനൊക്കെ എനിക്കറിയാം. ഇവരെവിടെ പോയി? വരട്ടെ, ഗോപി കൂടെ ഉള്ളതുകൊണ്ട് വൈകില്ല. നിനക്ക് വിശക്കുന്നെങ്കിൽ അവര് വരട്ടെ. ലോകവർത്താനം പറഞ്ഞ് നേരം വിളിപ്പിക്കാനല്ലല്ലോ മാഷിനെ വിളിപ്പിച്ചത്. എന്താണെങ്കിലും പറ, കാശിനും വല്ല ആവശ്യമുണ്ടോ? വേണ്ട, ജോലി സ്ഥിരമായി, ഓർഡർ കിട്ടി. അത് പറഞ്ഞല്ലോ. ആപ്പീസിന്റെ അടുത്ത് ഒരു വീടിന്റെ പകുതി വാടകയ്ക്ക് കിട്ടാനുണ്ട്. ഒരു മുറി, അടുക്കള, കുണുമുറി. പക്ഷേ എന്തിനാ അത്? വാടക കൊടുക്കണ കാശ് കൂടി അച്ഛൻ അയച്ചു കൊടുക്കും. എന്നും മനസ്സിൽ പ്രാകാരമുണ്ടെങ്കിലും ചത്തുപോയ എന്റെ തള്ള കാരണം എനിക്കൊരു വീടുണ്ട്. അവിടെ നമ്മൾ വാടക കൊടുക്കണ്ടല്ലോ മാഷെ. എന്താ കർണന്റെ പ്ലാൻ? എന്ത് പ്ലാൻ ഇടാൻ? കിട്ടുന്ന പണിയെടുക്കുക, കഴിയുക, അല്ലാതെന്താ പ്ലാൻ? ആകെപ്പാടെ എനിക്കിപ്പോ ഒരു വിഷമമുണ്ട്. അതാ അറിയേണ്ടത്. വീട്ടിൽ വെച്ച് സംസാരിക്കുമ്പോ ആ വീട്ടിലുള്ള ആളുടെ കാര്യം തന്നെ എന്റെയും കുഴപ്പം. ആ പെണ്ണ് വന്ന് കയറിയ പിന്നെ കൈയും കാലും കെട്ടിയിട്ട നിലയിലാ ഞാൻ. മാഷക്ക് പണി സ്ഥിരായില്ലേ? അവൾക്കും ചെലവിനുള്ളത് കിട്ടണുണ്ട്. മാഷ് തന്റെ അച്ഛനോടോ വീട്ടുകാരോടോ പറ, നിങ്ങൾ കല്യാണം കഴിച്ചേക്കും.
എന്ത്? ആണും തുണയുള്ള ഒരുത്തിയാവുമ്പോ പേടിക്കാതെ നടക്കാലോ. മാഷ് അവളെ കല്യാണം കഴിച്ചോളാം. അത് പറയാനുള്ള വിഷമായിരുന്നു എനിക്ക്. അതാണ് ഞാൻ പിന്നെ ഒരു ചെറിയ വീട് വാടകയ്ക്ക് എടുക്കുന്ന കാര്യമൊക്കെ ആലോചിച്ചത് അതുകൊണ്ട് തന്നെ. എന്നിട്ട് നിങ്ങൾ എങ്ങോട്ട് പോവാൻ? വല്ലപ്പോഴും കയറി വന്ന കോലായിലൊന്ന് ചുരുണ്ടുകൂടാൻ അല്പം സ്ഥലം തന്നുകൂടെ മാഷെ? എന്ത് വീട് പിന്നെ എന്തിനാ? ആർക്ക് പാർക്കാനാ? ദേവയാനിയുടെ അടുത്ത് കർണൻ ഒന്ന് സൂചിപ്പിക്കണം. ഉം? എന്നും പോക്ക് വരെ ഒരുമിച്ച്. നിങ്ങൾ പറയണ ഭാഷയിൽ വർത്താനം പറയാൻ അറിയാത്ത ഞാൻ അതാ ഇപ്പൊ നന്നായത്. അല്ല പോവാണോ? ഇനി ഉറങ്ങാൻ കള്ള് വേറെ കുടിക്കണം.